നമ്മുടെ ജനങ്ങളുടെ എല്ലാം കാഴ്ചപ്പാടെന്ന് പറയുന്നത് അവസാന തത്താണി, ഒരു പൗരന്റെ അവസാന തത്താണി ജുഡീഷ്യറിയാണ് എന്നൊരു കാഴ്ചപ്പാടാണ് ഉള്ളത്. അതായത് കോടതികളാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആദ്യം എന്തെങ്കിലും ഒരു പ്രശ്നം വീട്ടിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു നാട്ടിലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ആദ്യം നിവർത്തി ഉണ്ടെങ്കിൽ വല്ല മധ്യസ്ഥന്മാരെ ഏർപ്പെടുത്തും ഒന്ന് പറഞ്ഞു തീർക്കാൻ. അത് നടക്കാതെ വരുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും. അവിടെയും നടക്കാതെ വരുമ്പോഴാണ് ഈ കോടതിയിലോട്ട് വരുന്നത്. അതാണ് ഈ അവസാന തത്താണി എന്നെല്ലാവരും പറയുന്നത്. അത് മാത്രമല്ല, പിന്നെ ഈ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മൂലവും അതുപോലെ ചില ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പോലീസിന്റെയോ ഒക്കെ കെടുകാര്യസ്ഥത മൂലവും ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ, അതൊക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കാൻ വേറെ ആരുമില്ല എന്നൊരു കാഴ്ചപ്പാട് വരുമ്പോൾ അതിനും യഥാർത്ഥത്തിൽ ഈ കോടതി തന്നെ ശരണമാണ്. അതാണ് അവസാന തത്താണി എന്നെല്ലാവരും പറയാൻ കാര്യം. ബാക്കിയെല്ലാ സിസ്റ്റം ഫെയിൽ ആവുന്നു. അതായത് ജനാധിപത്യത്തിലുള്ള 3 പില്ലറുകളും അതിൽ 2 പില്ലറുകൾ ഫെയിൽ ആവുമ്പോൾ അവസാനം 3ാമത്തെ പില്ലറായിട്ടുള്ള ജുഡീഷ്യറിയാണ് ജനങ്ങളുടെ അവസാന തത്താണി എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾ നിർബന്ധമായിട്ട്, അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ കോടതി പോകത്തില്ല. ഒരു മാർഗം ഇല്ലാതാവുമ്പോഴേ കോടതി പോകുന്നത്. അത് പോയേ പറ്റൂ, വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു കാർ വാങ്ങിക്കാം, വേണം. അതിന് കാർ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. നോക്കുമ്പോൾ കാറിന് ഭയങ്കരമായിട്ട് നികുതി കൂട്ടി വാങ്ങിക്കാൻ വെക്കുന്നില്ല. കാർ വേണ്ടെന്ന് വെച്ചാൽ മതി. നമ്മുടെ ഒരു നേതാവ് പറഞ്ഞ പോലെ നടന്നങ്ങ് പോയാൽ മതി, കുഴപ്പമില്ല, കാർ വേണ്ടെന്ന് വെച്ചാൽ മതി. അപ്പോൾ അത് അങ്ങനെ പറ്റും. പക്ഷേ ഒരുത്തം കൊണ്ട് കേസ് കൊടുത്താൽ അതിന് ജാമ്യം എടുക്കാൻ നടക്കണ്ടേ? അത് വേണ്ടെന്ന് വെക്കാൻ നോക്കും. കാരണം നോൺ ബെയിലബിൾ ഒഫൻസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ജാമ്യം എടുക്കാൻ മുൻകൂർ ജാമ്യം എടുത്തില്ലെന്നുണ്ടെങ്കിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. അതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ആളുകളിൽ ദേ ആർ കമ്പൽഡ്, അതായത് അവർ നിർബന്ധിതരാകുകയാണ് കോടതി പോകാൻ. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? 5-10 രൂപ കോർട്ട് ഫീ അടയ്ക്കേണ്ട, അതായത് കോർട്ട് ഫീ സ്റ്റാമ്പ് പൊട്ടിക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ ഹൈക്കോടതി പോകണമെന്നുണ്ടെങ്കിൽ ആന്റിസിപ്പേറ്ററി ബെയിലാണെന്നുണ്ടെങ്കിൽ 500 രൂപ കേട്ടോ ഫീസ്. സെഷൻസ് കോടതിയിലാണെന്നുണ്ടെങ്കിൽ 250 രൂപ. സാധാരണ ജാമ്യത്തിന് സെഷൻസ് കോടതിയിലാണെങ്കിൽ 200 രൂപ. ഈ രീതിയിലുള്ള വർധനയാണ് വന്നേക്കുന്നത്. 10 രൂപ ഉള്ള സ്ഥലത്താണ് ഇതുപോലെ ഇത്രത്തോളം വലിയ തുക വന്നേക്കുന്നത്. ഇതെല്ലാ കാര്യങ്ങളിലും അങ്ങ് കൂട്ടി കോർട്ട് ഫീ എന്ന് പറഞ്ഞാൽ, കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് രാജഭരണകാലത്ത് അന്നെങ്കിൽ രാജാവിൻ്റെ അടുത്ത് പരാതിയും കൊണ്ടുപോയാൽ അവിടെ ഫീസൊന്നുമില്ല, കാര്യം അങ്ങ് തീരും. എത്രയോ നല്ലതായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നു. അന്നാണ് ഈ കോടതി വരുന്നത്. അന്ന് ചെറിയ കോർട്ട് ഫീ, തുച്ഛമായ ഒരു കോർട്ട് ഫീ ഉണ്ടായിരുന്നു. അപ്പൊ അതും കഴിഞ്ഞ് കാലാകാലങ്ങളിൽ ഇങ്ങോട്ട് വർദ്ധിപ്പിച്ച് ഇപ്പോൾ ഒരു നിവൃത്തി ഇല്ലാതാക്കി. ഇപ്പോൾ വെറും, അതായത് 500 രൂപ അതായത് ഒരു നിരോധനത്തിന്, ഇപ്പൊ നമ്മുടെ വസ്തു ഒരുത്തൻ കയ്യേറാൻ വരുന്നു, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരുത്തന്റെ 2 സെന്റുകാരന്റെ അവന്റെ അതിര് വെട്ടി വിളിക്കാൻ ഒരുത്തൻ അടുത്തുള്ളവൻ വരുന്നു. അവൻ നേരെ വന്ന ഒരു സിവിൽ കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ വാങ്ങിക്കാനായിട്ട് വരും. അപ്പൊ ഇഞ്ചക്ഷന് മുമ്പുള്ളതെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ വെറും വളരെ കുറവ് 10 രൂപ കോർട്ട് ഫീ ആയിരുന്നു. അത് പിന്നെ അങ്ങ് 150 രൂപയാക്കി, ഈ 27C അനുസരിച്ചുള്ളത്. അത് ഇപ്പോഴത്തെ നിലയ്ക്ക് കഴിഞ്ഞ ഭേദഗതിയിലൂടെ അത് 500 രൂപയാക്കി. ഇപ്പൊ വന്നപ്പോ എത്രയാണെന്നറിയോ? അത് 2500 രൂപ. ഈ 500 രൂപയുടെ കോർട്ട് ഫീ 2500 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചേക്കുന്നത്. നിരോധനത്തിന് ഒരുപാട് കേസ് വരുന്നതാണ്. കാരണം ഈ ആളുകൾക്ക് പെട്ടെന്നൊരു റിലീഫ് കിട്ടുന്നതാണ് ഈ നിരോധനം എന്ന് പറയുന്നത്. ടെമ്പററി ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ പെർപ്പച്വൽ ഇഞ്ചക്ഷൻ. ടെമ്പററി ഇഞ്ചക്ഷൻ വേണമെങ്കിലും ഒരു കേസ് കൊടുക്കുമ്പോൾ അതിന് തന്നെ പെർപ്പച്വൽ ഇഞ്ചക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 2500 രൂപയാണ്. ബാക്കി എല്ലാ വകുപ്പിലെയും ഫീസ് ഇതുപോലെ അനിയന്ത്രിതമായിട്ട് കൂട്ടിയേക്കാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജനങ്ങളുടെ ഈ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ആരാണ്? സർക്കാരാണ്. ഗവൺമെന്റ് ബാധ്യതയാണത്. ആ ഗവൺമെന്റ് വേണം, അതായത് റൈറ്റ് ടു ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ, റൈറ്റ് ടു പ്രോപ്പർട്ടി അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടത് ഗവൺമെന്റാ ചെയ്യേണ്ടത്. ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. ആ ബാധ്യതയുള്ളപ്പോഴാണ് ഒരു പൗരൻ ഇതുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവൻ കോർട്ട് ഫീ അടയ്ക്കണം, ഇതുപോലെ കൊടുക്കണം. അതുപോലെ ഒരു പാവപ്പെട്ടവൻ ഒരു കേസിനകത്ത് പെട്ടുപോയി, ഒരു നിവൃത്തിയില്ല, അവന് ജാമ്യം എടുക്കണമെങ്കിലോ ഈ പറയുന്നത് പോലെ ഉള്ള കാശ് കൊടുക്കണം. അതായത് അതുപോലെ കോർട്ട് ഫീ ഒക്കെ വർദ്ധിപ്പിച്ചേക്കുക. ഇത് വേണ്ടെന്ന് നോക്കാൻ ഒക്കത്തില്ല, ഇല്ലെങ്കിൽ അവൻ ജയിലിൽ കിടക്കണം. ഈ ഒരു രീതി എന്ന് പറയുന്നത് വളരെ കടുത്ത നടപടിയായിപ്പോയി. അതായത് പണമില്ല എന്നുള്ള ഒരു കാരണത്താൽ, അതായത് ഇവിടെ സർക്കാരിന് പണമില്ല, അവർക്ക് നവകേരള സദസ്സ് നടത്താൻ പണമുണ്ട്.
വേറെ കേരളീയം നടത്താൻ പണമുണ്ട്, ഇതുപോലെ ഓരോ നടത്താനൊക്കെ ഇഷ്ടംപോലെ പണമുണ്ട്. പിന്നെ ഇവിടെ മൊത്തം ചുറ്റാൻ ബസ് വാങ്ങിച്ച്, ഏറ്റവും കൂടിയ മേഴ്സഡസിന്റെ ബസ്സും വാങ്ങിച്ച് അതിനകത്ത് പുതിയ വലിയ സിംഹാസനമൊക്കെ കെട്ടി കക്കൂസും കെട്ടിയിട്ട് പോകാൻ പണമുണ്ട്. വഴിയിൽ അത് പോകുന്ന കാണുന്നവനെ കരിങ്കൊടി കാണിക്കുന്നവനെ എടുത്തിട്ട് അടിക്കാനുള്ള പണമുണ്ട്. അതിനുവേണ്ടി ചെലവാക്കാനുള്ള പണമുണ്ട്. ഗുണ്ടകളെ കൊണ്ടു നടക്കാനുള്ള പണമുണ്ട്. ഇതെല്ലാം ഉണ്ട്. പിന്നെ അവിടെ കൊണ്ടുവരുന്ന ചാപ്പാട് കഴിക്കാൻ നന്നായിട്ട് പല 5 സ്റ്റാർ ഫുഡ് പൗരപ്രമുഖരുമായിട്ടിരുന്ന് കഴിക്കാൻ അതിന് പണമുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ടവൻ കോടതി പോകണമെങ്കിൽ അതിന് ഇപ്പൊ ഇത്രത്തോളം അതിന്റെ കൂട്ടുന്നതിന്റെ കാരണം എന്താണ്? സർക്കാരിന്റെ പണമില്ലെന്നുള്ളതാണ്. സർക്കാരിന്റെ പണമില്ലെന്നുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. അല്ലാതെ ഇതുപോലെ ഈ പാവങ്ങളുടെ ദേഹത്ത് കുതിരയേറുകയല്ല ചെയ്യേണ്ടത്. ഇത് പാവങ്ങളുടെ നെഞ്ചത്ത് കയറിയേക്കല്ലേ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രത്തോളം കടുത്ത രീതിയിലാണ് ഈ കോർട്ട് ഫീ പോയേക്കുന്നത്. ഇനി ഈ കോർട്ട് ഫീ വേറൊരു രസകരമായ സംഭവം എന്നറിയോ? ഇപ്പൊ ഇത് ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്. അത് ശ്രീ ബാലഗോപാലിന് ഞാനൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നത് നേരത്തെ എൻ്റെ കിട്ടിയിരുന്നെങ്കിൽ. അതായത് ഈ ബിവറേജസിലൊക്കെ ഈ പ്രീമിയം എന്ന് പറയുന്ന ഒരു ഇടപാടുണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കയറിയിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉള്ളിടത്ത് ആളുകൾ കിടന്നങ്ങ് തള്ളും. ലോക്കൽ ലിക്കർ വിൽക്കുന്നതാണ്. മുന്തിയ ഇനം മദ്യങ്ങൾ പ്രീമിയം ക്വാളിറ്റി കൊടുക്കാൻ പ്രീമിയം എന്ന് പറയുന്ന ഷോപ്പുണ്ട്. അവിടെ തള്ളൊന്നുമില്ല, പെട്ടെന്ന് എന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് പണക്കാർക്കുള്ളതാണ്. അതേപോലെ ഇനി പ്രീമിയം കോടതി ഇവിടെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അത് കയറണമെങ്കിൽ ഉണ്ടല്ലോ ഒരു 100 ഇരട്ടി ഫീസ് ഇതിന്റെ കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോകുമ്പോൾ പ്രീമിയം ജഡ്ജ്, പ്രീമിയം വക്കീല്, പ്രീമിയം പ്രോസിക്യൂട്ടർ, ഇതൊക്കെ കൂടെ വെക്കായിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതും കൂടെ അടിച്ചെടുക്കായിരുന്നു ആ പണം, അതും കൂടെ ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാൻ പറ്റിയില്ല. അതേ ഉള്ളൂ എനിക്കുള്ള സങ്കടം. ഈ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. വളരെ കടുത്ത കൈയായി പോയി ഈ ബഡ്ജറ്റിനകത്ത് ഈ രീതിയിൽ അങ്ങോട്ട് ചെയ്യുന്നത്. ഈ കോഫി കൂട്ടിയേക്കുന്നതൊക്കെ ഉണ്ടല്ലോ, യാതൊരു വിവരവുമില്ലാതെ ചെയ്തേക്കുന്നതാണ്. അല്പമെങ്കിലും നീതിബോധമുള്ള ആരും ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ ചെയ്തേക്കുന്നത്. നീതിബോധം ഇല്ലാത്ത ഒരു ജുഡീഷ്യറി എന്നുള്ളത് അവസാനം ആളുകൾക്ക് പറയേണ്ടി വരും. ഇത് അവസാന തത്താണി അല്ല ഇനി. കാരണം ഈ അവസാന തത്താണിയിലേക്ക് ആള് വരത്തില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി ഏതെങ്കിലും അവർ പറയുന്നതും കേട്ട് അനങ്ങാതെ അടിയും കൊണ്ട് അവരങ്ങ് പോകും തിരിച്ച്. കോടതിയിലോട്ട് പോകത്തില്ല. എന്നെ കേസ് എടുക്കല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം കോടതി പോയാൽ അതിന് ജാമ്യം എടുക്കണം. ജാമ്യം എടുക്കുന്നതിന് വക്കീൽമാർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇതേപോലെ ആന്റിസിപ്പേറ്ററി ബെയിലിന് ഇത്രയും ഫീസാക്കി. അപ്പൊ അത് എടുത്തു കൊടുക്കുന്ന വക്കീലിന്റെ ഫീസോ? അവരും ഇതുപോലെ പല കാര്യത്തിനും ചെയ്യേണ്ടതല്ലേ. അവർക്ക് നികുതി ഭാരം കൂടുകയല്ലേ. അവരിത് കൂട്ടും, അതിന് കുറ്റം പറയാൻ പറ്റുന്നില്ല. ഓരോ രീതിയിൽ അഡ്വക്കേറ്റ് ക്ലാർക്സിന്റെ ഫീസ് കൂട്ടും അവര്. അപ്പൊ ഇത് ഏത് വിധത്തിലാണ് പോന്നെ? പിന്നെ കൈക്കൂലി വാങ്ങിക്കുന്നവരെ അതും കൂട്ടും. അപ്പൊ ഇത് ജനത്തിന് പൊറുതി മുട്ടുന്ന ഒരു രീതിയിലുള്ള ഇടപാടായിപ്പോയി ഈ ചെയ്തത്. ലാൻഡ് ടാക്സ് കൂട്ടി ഞാൻ കണ്ടു, സാരമില്ല, അത് പോട്ടെ, അത് നമുക്ക് എങ്ങനെയെങ്കിലും വേറെ നിവർത്തിയില്ല, അതിന് അത്രയും വ്യത്യാസമല്ല വരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അത് തന്നെ കഷ്ടമാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പൊ എന്നാലും പോട്ടെ, അതൊക്കെ സഹിക്കാം. പക്ഷേ ഈ കോർട്ട് ഫീ ഇതുപോലെ കൂട്ടുക എന്ന് പറയുന്നുണ്ടല്ലോ, വലിയ പൊതുജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ശരിയായ രീതിയിലുള്ള പഠനം നടത്താതെ ചെയ്തേക്കുക. അതിനകത്ത് ഏതോ റിപ്പോർട്ടൊക്കെ വായിച്ചെന്നൊക്കെ പറയുന്നു. അത് ആ രീതിയിലൊന്നും പോരാ. അതൊന്നും വെച്ചോണ്ട് ഇതൊന്നും ഇങ്ങനെയൊന്നും കൂട്ടാൻ പാടില്ല. ജനങ്ങൾക്ക് മേൽ വലിയ ദ്രോഹമാണ് അടിച്ചേൽപ്പിക്കുന്നത് ഈ ബജറ്റിൽ വന്ന ഈ പ്രൊവിഷനിലൂടെ, അതായത് കോർട്ട് ഫീ കൂട്ടുന്നതിലൂടെ. അത് ഗവൺമെന്റ് പുനഃപരിശോധിക്കണം. അത് നിർബന്ധമായിട്ട് സർക്കാർ പുനഃപരിശോധിച്ചിട്ട്, ക്യാബിനറ്റ് തന്നെ പുനഃപരിശോധിച്ചിട്ട് അത് ഏതെങ്കിലും വിധത്തിൽ അത് കുറയ്ക്കണം. ഇത് ചെയ്യരുത്. ചെറിയ മാർജിനലായിട്ട് ഒരു ഇൻക്രീസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഈ 5 ഇരട്ടിയൊക്കെ കൂട്ടുക എന്ന് പറഞ്ഞാൽ 5 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടടുത്ത് ഇനി 5 രൂപയുടെ ഒട്ടിക്കേണ്ടത് 50 രൂപയുടെ ഒട്ടിക്കണം. അതാണ് ഈ രീതിയിൽ 50 രൂപയുടെ കൊടുക്കേണ്ടത് 250 രൂപ കൊടുക്കണം. ഈ രീതിയിലാണ് കൂട്ടിവെച്ചേക്കുന്നത് മുഴുവൻ. ഞാൻ പറഞ്ഞില്ലേ, ഒരു നിരോധനത്തിന് ഒരു പാവപ്പെട്ട ഒരു ചെല്ലണം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ 500 രൂപയുടെ സാധനത്തിന് അവൻ 2500 രൂപ അടയ്ക്കണം. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ, സർക്കാരിന്റെ ഈ പണമില്ല, എളുപ്പമല്ലേ? പണമില്ലെങ്കിൽ പോയി തെണ്ടണം. അല്ലാതെ ഇതല്ല ചെയ്യേണ്ടത്. ഈ ജനങ്ങളുടെ മേലിലല്ല ഇങ്ങനെ ചെയ്യേണ്ടത് ഈ രീതിയിൽ. ഞാൻ പറഞ്ഞത് പാവങ്ങളായതുകൊണ്ടാണ്. ചിലപ്പോൾ എനിക്കിത് കൊടുക്കാൻ പറ്റിയേക്കും, കാരണം എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഒന്നുമില്ലാത്തവൻ എന്ത് ചെയ്യും? അത് ചെയ്യുന്നത് വളരെ ദ്രോഹമാണ്. അത് ഇന്ന് അടിയന്തരമായിട്ട് പിന്തിരിയണം.